ധന്യ, ഈ ആഭിചാര ക്രിയകൾ അതിനെക്കുറിച്ച് നമ്മൾ കേട്ടാൽ വിശ്വസിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളല്ല പുറത്തു വരും. നമ്മുടെ കേരളത്തിൽ തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പണ്ട് ഇടുക്കിയിൽ നമ്മുടെ ആ 2018 ആ പ്രളയം ഉണ്ടായ ആ സമയത്താണെന്ന് തോന്നുന്നു. ഞാനന്ന് ഇടുക്കിയിലുണ്ട്. അവിടെ ഒരു ഈ ദുർമന്ത്രവാദം പഠിക്കാനായിട്ട് ആശാനെയും കുടുംബത്തെയും ശിഷ്യൻ കൊന്നുകളഞ്ഞു, എന്നിട്ട് കൊന്നു കുഴിച്ചു മൂടി. അപ്പോൾ ഈ ദുർമന്ത്രവാദം അതിന് വേണ്ടിയിട്ട് അത് നരബലിയില്ല, ഇത് ഇത് മറ്റൊരു വർഷം. അപ്പൊ ഈ അതെ 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 അപ്പൊ ഈ ദുർമന്ത്രവാദം അതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ ആളുകൾ തയ്യാറാകും അല്ലേ? ഏതറ്റം, നമ്മുടെ ശരീരത്തിന് ഏതറ്റം വരെ പോകാനും ആളുകൾ തയ്യാറാകും എന്നുള്ളതാണ്. ഇത് പത്തനംതിട്ടയിലാണ് സംഭവം. പത്തനംതിട്ടയിലാണ് സംഭവം. മറ്റൊരു നരബലിയാണോ? മറ്റൊരു നരബലിയിലോട്ട് പോയില്ല. പത്തനംതിട്ട കോയിപ്രം അന്താലിമണ്ടി, അതാണ് സ്ഥലം. ശരി. അവിടെ ഹണി ട്രാപ്പിന് ഇരയാക്കി യുവാക്കളെ. ഹണി ട്രാപ്പിന് എന്ന് വെച്ചാൽ ഈ ഒരു പരിചയത്തിന്റെ പുറത്ത് ഈ ഒരു ഭാര്യ ഭർത്താവ്, അതായത് ഭാര്യയുടെ പേര് രശ്മി, ഭർത്താവിന്റെ പേര് ജയ്ഷെ. മറ്റേ രശ്മി അല്ല. ശരി. അപ്പോ ഈ ഇവര് ഇവിടെ താമസിക്കുന്നു, പത്തനംതിട്ടയിൽ താമസിക്കുന്നു. ഇവിടെ കുറച്ച് ചെറുപ്പക്കാർ വരുന്നു. ചെറുപ്പക്കാര് ഓണത്തിന് ഈ ജയ്ഷയായിട്ടുള്ള പരിചയം വെച്ചാണ് ഇവർ ഈ ഓണത്തിന് ഇവരുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോ ജയ്ഷ അല്ല, ജയേഷ് എന്നാണ് അയാളുടെ പേര്. ജയേഷിന്റെ അടുത്തുള്ള പരിചയം വെച്ച് ഈ വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്നു കഴിയുമ്പോ ഇവരെ വന്ന് കയറിയ ഉടനെ ഇവരെ ദേഹം മുഴുവൻ അടിക്കുകയാണ്. ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് അടിക്കുന്നതെന്ന്. ദേഹം മുഴുവൻ അടിച്ച് ഇവരെ അവശരാക്കിയിട്ട് ഇവരുടെ ഡ്രസ്സ് അഴിക്കുന്നു. ഡ്രസ്സ് അഴിച്ചിട്ട് ഈ ജനനേന്ദ്രിയം ഉണ്ടല്ലോ യുവാക്കളുടെ, അവിടെ 23 സ്റ്റാപ്ലർ പിന്ന് അടിക്കുന്നു ജനനേന്ദ്രിയത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കുക, യുവാക്കൾ അനുഭവിച്ച വേദന എത്രമാത്രം ആയിരിക്കുന്നു. അത് ഈ സ്ത്രീയാണ് അടിക്കുന്നത്. രശ്മി എന്നാണ് ഈ സ്ത്രീയുടെ പേര്. ഈ സ്ത്രീയാണ് 23 സ്റ്റാപ്ലർ പിന്നുകൾ ഈ ജനനേന്ദ്രിയത്തിൽ അടിക്കുന്നത്. അതിനുശേഷം അവിടെ വച്ച് ഈ ആഭിചാര ക്രിയകൾ നടത്തി എന്നാണ് യുവാക്കൾ പറയുന്നത്. അതായത് ഈ പണവും സമ്പത്തും വർദ്ധിക്കാനായി ആളുകളെ നരബലി കൊടുക്കുന്ന ഒരു ചടങ്ങ് നമ്മൾ ഇലന്തൂരിൽ കണ്ടല്ലോ, അതിന്റെ മറ്റൊരു വെർഷനാണ് ഇവിടെ നടന്നത് എന്നാണ് യുവാക്കൾ പറയുന്നത്. അതായത് അവർ പറയുന്നത് ഇലന്തൂരിൽ നരബലി പോലെ ഒരു സാഹചര്യമായിരുന്നു അവിടെയും ഉണ്ടായിരുന്നത്. മരിച്ചുപോയ ആരൊക്കെയോ ദേഹത്ത് കയറിയതുപോലെയാണ് അവർ സംസാരിക്കുന്നത്. ആദ്യം ഭീഷണിയിലാണ്, ആരോടും ഒന്നും പറയരുതെന്നും പോലീസിന് തെറ്റായ മൊഴി അതുകൊണ്ടാണ് പോലീസിന് തെറ്റായ മൊഴി നൽകിയത്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുണിയില്ലാത്ത വീഡിയോ ഒക്കെ ഇവരെടുത്തു വെച്ചിട്ടുണ്ട് യുവാക്കളുടെ, ഇത് പുറത്തു വിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അപ്പൊ ഈ പാവം പിള്ളേര് ഭയന്നുപോയി. അപ്പോൾ ഇവർ അതുകൊണ്ട് പോലീസ് ചോദിച്ചപ്പോൾ ഇവർ ആദ്യം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. കാരണം ഈ തുണിയില്ലാത്ത പടങ്ങളും എല്ലാം പുറത്തു വന്നാൽ ഇവരുടെ കുടുംബത്തിന് ഇവർക്കൊക്കെ ഒരു മാനക്കേടല്ല, അത് ഭയന്ന് ഇവർ തെറ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നീട് ബ്ലേഡ് വെച്ച് വരഞ്ഞ് കണ്ണിലടക്കം ബ്ലേഡ് വെച്ച് വരഞ്ഞു. ശരീരത്തിന്റെ ഫുള്ളും കണ്ണിലും ബ്ലേഡ് വെച്ച് വരഞ്ഞു. മർദ്ദനമേറ്റ ആലപ്പുഴ സ്വദേശിയായ യുവാവിന്റെ പിതാവാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇനി ഇവർ രണ്ടുപേരും യുവദമ്പതികളാണ്. അതായത് ക്രൂരമർദ്ദനം സംബന്ധിച്ച് ഇരയായ റാന്നി സ്വദേശിയായ യുവാവാണ് കാര്യങ്ങൾ വിവരിക്കുന്നത്. സൈക്കോ മനോഭാവമാണ് യുവദമ്പതികൾക്കുള്ളത്. സൈക്കോ ഒന്നുമല്ല, നല്ല പച്ച കവളി മടൽ വെട്ടി അടിച്ചു നോക്കേണ്ട അതിന്റെ കുഴപ്പം. അതാണ് വല്ല സൈക്കോ ഒന്നുമല്ല ഇതൊന്നും. അതിക്രൂരമായ പീഡനത്തിലാണ് ഈ യുവാക്കളെ ഇരയാക്കിയത്. സംഭവത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ കോയിപ്രം ആന്താലിമൺ സ്വദേശി ജയേഷ്, ഭാര്യ രശ്മി, ഇവരെയാണ് ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ പീഡിപ്പിച്ചത് രശ്മിക്കാണ്. രശ്മിക്ക് ജനനേന്ദ്രിയം കണ്ടപ്പോ ജനനേന്ദ്രിയത്തിലാണ് രശ്മിയുടെ ഒരു കണ്ണ് മുഴുവൻ. എനിക്കത് അറിയുമ്പോൾ തന്നെ തമാശയായിട്ട് തോന്നുന്നു. എന്നുവെച്ചാ ഈ ജനനേന്ദ്രിയത്തിലെ സ്റ്റാപ്ലർ പിന്നെ അടിച്ചത് രശ്മിയാണ്. രശ്മി കുത്തിയിരുന്ന് ഈ അടിയായിരുന്നു ഈ ജനനേന്ദ്രിയത്തില്. എന്നിട്ട് ഇനി മറ്റൊന്നും കൂടിയുണ്ട്. രശ്മി വേണമെങ്കിൽ പോലീസിലും എടുക്കാം. നഖത്തിൽ മുട്ടുസൂചി തറപ്പിച്ച് എന്നിട്ട്
കമ്പി കൊണ്ട് തുടരെ അടിച്ചു. ശരി. ഇത് മാത്രമല്ല, മുറിവിൽ മുളക് സ്പ്രേ അടിച്ചു. എന്നിട്ട് ഗുരുതര പരിക്കുകളാണ് ശരീരത്തിലുള്ളത് എന്നാണ് പറയുന്നത്. വാരിയലിന് പൊട്ടലുണ്ട്, നട്ടലിന് പൊട്ടലുണ്ട്. കെട്ടി തൂക്കിയിട്ടാണ് മർദ്ദിച്ചത്. മുൻ വൈരാഗ്യം ഒന്നുമില്ല. മുൻ വൈരാഗ്യമില്ല. കൂടെ ജോലി ചെയ്യുന്ന പരിചയം മാത്രമേ ഉള്ളൂ. ഓണത്തിന് സദ്യ കഴിക്കാന്ന് വീട്ടിലേക്ക് വിളിച്ച്, എന്നിട്ട് ജനനേന്ദ്രിയത്തിൽ രശ്മി കുത്തിയിരുന്ന് പിന്നടിക്കും. എന്ത് പറയാനും നോക്കണ്ട ഇതിലൊക്കെ. സദ്യ കഴിക്കാൻ വിളിച്ച ആരും ഇനി പോവരുത്, എവിടെയൊക്കെ പിന്നടി കിട്ടുമെന്ന് പറയാൻ പറ്റൂല. ഇത് മറ്റേ അയാൾ കഥ എഴുതുകയാണ് സിനിമയുടെ അകത്ത് മോഹൻലാൽ പറയുന്ന ഡയലോഗ്, ആര് വിളിച്ചാൽ ഞാൻ സപ്പർ കഴിക്കാൻ പോകും എന്ന് പറഞ്ഞ പോലെ വിളിച്ചുടനെ കയ്യും കഴുകി അങ്ങ് ചെന്നതാണ് ഇപ്പൊ കുഴപ്പമായി പോയത്. അതെ, സത്യം നമ്മൾ ഇതൊക്കെ ചിരിക്കുന്ന ആ യുവാക്കൾ അനുഭവിച്ചൊരു വേദനയെ കുറിച്ച് നമ്മൾ ചിന്തിക്കാതിരിക്കുന്നില്ല. പക്ഷേ ഇവരിങ്ങനെയുള്ള ആളുകളാണെന്ന് അറിയാതെ ആയിരിക്കും ചെന്ന് കയറി കൊടുത്തപ്പോഴായിരിക്കും ഈ ആഭിചാരക്രിയയും ഈ എന്താ പറയുക, ഈ നരബലി, ഇതൊക്കെ ഒരു അന്ധവിശ്വാസത്തിന്റെ കൂടി അപ്പുറമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കൊച്ചു കുട്ടികളെ സാത്താൻ സേവയായിരിക്കും. ദുർമന്ത്രവാദം എന്നതിനപ്പുറം സാത്താൻ സേവയാണ്. ഈ കൊടിയ ശാരീരിക പീഡനമൊക്കെ ആ ഒരു മുറയിൽ പരമയാണ്. അതായത് രക്തം വരുത്തിയുള്ള പരിപാടികളൊക്കെ അതിൻ്റെ ഇതാണ്. സാത്താൻ സേവയാകാൻ രശ്മി പരിശീലനം നേടിയത് കേരള പോലീസിൽ നിന്നായിരിക്കും. കാരണം ഇത്രമാത്രം ക്രൂരമർദ്ദനങ്ങൾ കേരള പോലീസിന്റെ എന്നല്ലേ ഇപ്പൊ പുറത്തു വരുന്നത്. സമീപകാല വാർത്തകൾ നോക്കുമ്പോൾ അങ്ങനെ അതെ, കേരള പോലീസിന്റെ പല സ്വാധീനവും രശ്മി ആകർഷിച്ചെടുത്തിട്ടുണ്ട്. മുട്ടുസൂചി കുത്തിയിറക്കുക, പിന്നെ ഇവരാണെങ്കിൽ ഇത്രയും കഠിനമായിട്ടൊന്നും ചെയ്യില്ല. ചൊറിയണമൊക്കെ തേച്ചിട്ട് അവ ഇരുന്ന് ചൊറിയണ കണ്ട് രസിക്കും. പിന്നെ ഈ കരിക്ക് വെച്ച് മുതുകത്തിട് ഇടിക്കുക, പിന്നെ ഈ ജനനേന്ദ്രിയത്തിൽ ഈ ഇവിടെ ലാത്തി കുത്തി കയറ്റുക, അങ്ങനത്തെ ചില പ്രയത്നങ്ങളുണ്ടല്ലോ. നഖത്തിന്റെ ഇടയിൽ പിന്നെ ഈ ഈർക്കിൽ മുട്ടുസൂചി തുടങ്ങിയവ കുത്തിയിറക്കുക, ഇതൊക്കെ പോലീസിന്റെ കലാപരിപാടികളാണ്. ഇനി പോലീസ് പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണോ രശ്മി നടത്തിയത് എന്നുള്ളതും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും പോലീസിനൊരു മുതൽക്കൂട്ട് തന്നെയാണ് രശ്മി. കാരണം നമ്മുടെ ഭാഗത്തേക്ക് ഒരാൾ കൂടി വരുന്നു, നമ്മുടെ ഈ കഴിവുകളൊക്കെ സ്വാധീനിച്ചെടുത്തുകൊണ്ട്. രശ്മിയെ പോലീസ് പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ യുവാക്കൾ പറയുന്നത് എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തതെന്ന് നമുക്കിപ്പോഴും അറിയില്ല. അതായത് പ്രണയച്ചതിയിൽ ഒരുക്കിയ ക്രൂരത എന്നാണ് ഇപ്പൊ മറ്റൊരു ചാനൽ പറയുന്നത്. അതായത് യുവതിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനായി അഭിനയിച്ച ശേഷം ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് പറയുന്നത്. അതിനുശേഷം ഇവർ സൈക്കോളെ പോലെ പെരുമാറി, എന്നിട്ട് പണവും ഐഫോണും തട്ടിയെടുത്തു. ഇവരിൽ നിന്ന് പണവും ഐഫോണും തട്ടിയെടുത്തു. എന്നിട്ട് യുവാക്കളെ പ്രതികളുടെ വീട്ടിലെത്തിയ ശേഷം കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. യുവാവിനെ വിവസ്ത്രനാക്കി കട്ടിലിൽ കിടത്തി വീഡിയോ ചിത്രീകരിച്ചു. കട്ടിലിൽ കൈകൾ കെട്ടിയിട്ട ശേഷം വാക്കത്തി കഴുത്തിൽ വെച്ച് കഴുത്തിലും നെഞ്ചിലും കാലിലും ചവിട്ടിയും പീഡിപ്പിച്ചു. ഒരു വല്ലാത്ത പീഡനം തന്നെ അല്ലേ? എന്തിത് മനസ്സിലാവണില്ല ഇതിന്റെ സംഭവം. ഇവന്മാർ പരാതിക്കാര് മാത്രമല്ല, ആളത്ര ശരിയല്ല. അതായത് പൂക്കളിടാൻ പോയതാ, അവിടെ ചെന്നപ്പോ കമ്പി വഴിപ്പിച്ച് വെച്ചു എന്ന് പറയുന്നത് പോലെ. എന്തായാലും സത്യാവസ്ഥ പുറത്ത് വരട്ടെ.